ലീന ഇന്നും വന്നിട്ടുണ്ട് ആ കമ്മീഷണർ സാറ് നിന്നെയും തിരക്കിയിട്ട്. അയാൾ നിന്നെയും കൊണ്ടേ പോവുള്ളൂ മോളെ. അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട് കമ്മീഷണർ റഹ്മാൻ ഈ നഴ്സ് കൊച്ചിനെ. നിന്നെയും കൊണ്ടേ അങ്ങേര് പോകത്തുള്ളൂ മോളെ. നഴ്സിംഗ് സൂപ്രണ്ട് ലതിക മേഡം വന്ന് ലീനയോട് പറയുന്നത് കേട്ടതും വരണ്ടൊരു ചിരി തെളിഞ്ഞു ലീനയുടെ ചുണ്ടിൽ. നീ ഇങ്ങോട്ട് വാ കൊച്ചേ, അല്ലാതെ അങ്ങേര് ഇവിടുന്ന് പോവില്ല. പറഞ്ഞത് കേട്ടിട്ടും ഭാവമാറ്റമില്ലാതെ നിൽക്കുന്നവളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി പുറത്തേക്ക് നടന്നു സൂപ്രണ്ട്. രോഗികളുടെ വിശ്രമ മുറിയിലേക്ക് ചെന്നതേ കണ്ടു അവൾ വരുന്നത് നോക്കിയിരുന്ന കമ്മീഷണർ എബിൻ പോളിനെ. തെല്ലിട ചലിക്കാത്ത അവന്റെ മിഴികളുടെ നോട്ടം മുഴുവൻ അവൾക്ക് നേരെയാണ്. മേരിമാത ഹോസ്പിറ്റലിലെ നേഴ്സായ ലീനയുടെ നേരെ. ശിരസ് ഉയർത്തിപ്പിടിച്ച് അവന്റെ കണ്ണുകൾ തന്നെ നോക്കിയാണ് അവളും വരുന്നത്. ഒട്ടും പരിഭ്രമമോ പതറതലോ ഇല്ലാതെ. ദാ സാറ് പറഞ്ഞ ആളെ എത്തിച്ചിട്ടുണ്ട്, വേഗം വിടണേ സർ. നഴ്സിംഗ് സ്റ്റാഫ് കുറവാണിവിടെ. സൂപ്രണ്ട് അതിവിനയത്തോടെ പറഞ്ഞ വാക്കുകൾ പിശുക്കിയ ഒരു ചിരിയാണ് മുഖത്ത് തെളിഞ്ഞത്. അപ്പോൾ എന്നതാ നേഴ്സ് കൊച്ചിന്റെ തീരുമാനം? എനിക്കൊപ്പം അങ്ങ് പോരുമല്ലേ ഇപ്പോൾ തന്നെ? മുന്നിൽ നിൽക്കുന്നവളുടെ ഭംഗിയുള്ള ശരീരത്തിലൂടെ കണ്ണുകൾ ഒഴിഞ്ഞുകൊണ്ട് അവന്റെ ആ ചോദ്യത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി ലീന. ദേഷ്യം നിയന്ത്രിക്കുന്നത് പോലെ അവൾ വലങ്കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുന്നത് കൂടി കണ്ടതും ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു എബിന്റെ മുഖത്ത്. എന്നെ കൊന്നുകളയാനുള്ള പക നിന്റെ ഉള്ളിലിപ്പോൾ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി കടിച്ചു തിന്നാനാണ് പെണ്ണെ എനിക്ക് കൊതി. സഹിക്കാൻ പറ്റാത്തൊരു മോഹമായി തീർന്നിട്ടുണ്ട് നീ എൻ്റെ ഉള്ളിൽ. ഊണിലും ഉറക്കത്തിലും എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ട് നീ. ഇനിയും നിന്റെ പുറകെ ഇങ്ങനെ അലയാൻ വയ്യ എനിക്ക്. തീരുമാനം വേഗം പറ. പോരുമല്ലേ എനിക്കൊപ്പം ഇന്ന് ഇപ്പോൾ തന്നെ? വല്ലാത്തൊരു മുറുക്കത്തോട് ചോദിക്കുന്നവനെ പകച്ചു നോക്കി ലീന. സാറിനെ ക്ഷണിക്കുന്നത് ജീവിതകാലം മുഴുവൻ സാറിന്റെ ഭാര്യയെ ഇരിക്കാനൊന്നും അല്ലല്ലോ. സാറിന് സുഖം ലഭിക്കുന്ന കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയല്ലേ? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സാർ എന്ന പുരുഷന് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നോട് എൻ്റെ ശരീരത്തോട് തോന്നിയ മോഹം തീർക്കാനുള്ളൊരു വിളിയല്ലേ ഇത്? അതനുസരിക്കാനും സാറിൻ്റെ കൂടെ വരാനും എനിക്ക് ബുദ്ധിമുട്ടാണ് സർ. എബിൻ്റെ നോട്ടത്തിനും ശരിക്കുമുള്ള മറുപടി എന്നോണം അവൻ്റെ മുഖത്തെ മിഴികളൂന്നി അവൾ പറഞ്ഞതും ഞെരിച്ചമർന്ന എബിൻ തൻ്റെ പല്ലുകൾ അവളോട് ദേഷ്യമടങ്ങാതെ. വല്ലാതങ്ങ് ഞെളിഞ്ഞ് അഹങ്കരിക്കാതിരി. ഒരു കൊലക്കേസ് പ്രതിയാണ് നീയെന്ന് മറ്റാർക്കറിയില്ലെങ്കിലും എനിക്കറിയാം. ആ എനിക്ക് മുൻപിൽ നീ വല്ലാതെ ശീലാവധി ചമയല്ലേ. തൂക്കിയെടുത്തുകൊണ്ട് പോവും ഞാൻ. അവളോടുള്ള ദേഷ്യം മുഴുവൻ നിറഞ്ഞിരുന്നവൻ്റെ ശബ്ദത്തിൽ. തെറ്റ് ഞാൻ ചെയ്തതെങ്കിൽ സാർ ഇത് തെളിയിച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അതാണ് വേണ്ടത്. അല്ലാതെ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൂടെ കിടക്കാൻ വിളിക്കുകയല്ല വേണ്ടത്. അവളുടെ ശബ്ദവും ഉയർന്നു. അവനൊപ്പം തന്നെ. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നിയതും എബിൻ അവളെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എബിൻ മടങ്ങിയ പുറകെ തൻ്റെ ജോലിയിലേക്ക് മടങ്ങി ലീനയെങ്കിലും എബിനൊരു തീക്കാറ്റായി അവളുടെ ഉള്ളിലാകെ വീശി. അവനിലെ അഗ്നിയെ അടക്കിയില്ലെങ്കിൽ ആ തീക്കാറ്റേറ്റ് വാടും താനെന്നവൾക്ക് ഉറപ്പാണ്. 3 മാസങ്ങൾക്ക് മുൻപാണ് 5 വയസ്സ് പോലും തികയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നെന്ന് കോടതി കണ്ടെത്തിയ 70 വയസ്സോളം പ്രായമുള്ള പ്രതിയെ കോടതിയിൽ വെച്ചുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത്. കാണാൻ സാധുവായൊരു മനുഷ്യനെ പോലെയാണ് അയാളെങ്കിലും പെണ്ണെന്നാൽ ഭ്രാന്ത് മൂക്കുന്ന ഒരുവനാണ് അയാളെന്ന് അന്നു തന്നെ തെളിയിച്ചയാൾ. കാമം തലയ്ക്ക് പിടിക്കുമ്പോൾ അയാൾക്ക് 60-60 ഒരുപോലെയാണ്. അയാൾക്കരികിൽ അന്ന് ചെന്ന് കണ്ട നേഴ്സുമാർ എന്തിനും ഡോക്ടർമാർക്ക് വരെ മനസ്സിലായി. ഉന്നതങ്ങളിൽ വലിയ സ്വാധീനവും രാഷ്ട്രീയ പിൻബലവുമുള്ള അയാളുടെ വെറും നേരം പോക്കാണ് ഇപ്പോഴത്തെ ഈ നെഞ്ചുവേദനയെന്ന് ഡോക്ടർമാരുടെ സംസാരത്തിൽ നിന്ന് അറിഞ്ഞ് അന്ന് അയാളോട് തോന്നിയ തൻ്റെ പകയുടെ അളവ് തനിക്കിന്നും അറിയില്ല. ഓർമ്മ വയ്ക്കും മുൻപ് മാതാപിതാക്കളെ നഷ്ടമായി അനാഥാലയത്തിലേക്ക് പോയി അവിടുത്തെ തണലിൽ അഭയാർത്ഥിയായി ജീവിക്കേണ്ടി വന്ന നാളുകളിൽ എപ്പോഴും തന്നെ തൊട്ടും തലോടിയും കടന്നുപോയ കൈകളിൽ പലതും തന്നിൽ തിരിഞ്ഞതും തീർത്തതും അവരുടെ കാമത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശമാണെന്ന് തിരിച്ചറിഞ്ഞത് മുതിർന്ന നാളുകളിലാണ്. അന്നു മുതൽ പകയുണ്ട് ഉള്ളിൽ. ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ. മനസ്സിനുള്ളിൽ ചാരം മൂടിക്കിടന്ന പകയുടെ കനലുകൾ തന്നിൽ നിന്ന് ആദ്യമായി പുറത്തു ചാടിയത് അന്നാണ്. അസുഖം അഭിനയിച്ച് ആശുപത്രി ജീവിതം ആഘോഷമാക്കി ജീവിച്ച അയാളുടെ കൈകൾ തൻ്റെ മാറിടങ്ങൾ തേടി വന്ന കൈകൾ അമർത്തിയപ്പോൾ ഞെട്ടി പകച്ച അയാളെ നോക്കി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും മാറിടങ്ങളിൽ കൈയമർത്തിയതും
താൻ പോലും അറിയാതെ തൻ്റെ കൈ അയാളിലെ പുരുഷന്റെ മർമ്മം തിരഞ്ഞത്. തൻ്റെ പ്രവൃത്തി ആദ്യം അയാളിൽ അത്ഭുതവും അമ്പരപ്പും സന്തോഷവും സൃഷ്ടിച്ചെങ്കിൽ തൻ്റെ കൈമുറുക്കം ഏറിയതും കണ്ണുകൾ തോച്ച അയാളുടെ ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത അയാളുടെ വിയർപ്പിൽ മുങ്ങുന്നതും കണ്ണുകൾ മേൽപോട്ട് മറിയുന്നതും വെറും ഒരു കാഴ്ചക്കാരിയായി നോക്കി നിൽക്കുമ്പോൾ തനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അയാൾ കള്ളം പറഞ്ഞ ആ നെഞ്ചുവേദന ഇപ്പോൾ അയാൾക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന്. ചുരുങ്ങി വലിയുന്ന അയാളുടെ കൈകാലുകളും ശ്വാസം മുട്ടിയുള്ള ആ കിടപ്പും നോക്കി താൻ ആ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അയാൾക്ക് കാവലായി മുറിക്ക് പുറത്തിരുന്ന പോലീസുകാർ തമാശ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവർക്കൊരു പുഞ്ചിരി പരിഭ്രമം ഏതുമില്ലാതെ നൽകി താൻ കടന്നു പോകുമ്പോൾ പിന്നെയും ഏറെ കഴിഞ്ഞാണ് അയാളുടെ മരണവാർത്ത പുറം ലോകം അറിഞ്ഞത്. അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും പതറാതെ ഉത്തരം താൻ നൽകുമ്പോൾ തന്നെ തുണയ്ക്കാനോ പോലീസുകാരുണ്ടായിരുന്നു. ഒടുവിൽ അയാളുടെ മരണം ഒരു അറ്റാക്കിന്റെ രൂപത്തിൽ എഴുതിത്തള്ളി കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഈ എബിൻ തൻ്റെ പിന്നാലെ കൂടിയത്. അയാളുടേതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്നും അത് ചെയ്തത് അയാളുടെ മുറിയിൽ അവസാനമായി ചെന്ന താനാണെന്നും അയാൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തനിക്കറിയില്ല. അന്നു മുതലുള്ള അയാളുടെ ആവശ്യമാണ് താൻ അയാളുടെ കൂടെ ചെല്ലുക എന്നത്. മറ്റുള്ളവർക്ക് അയാൾക്ക് തന്നോട് പ്രണയമാണ്. തനിക്ക് മാത്രം അറിയാം അയാളുടെ ഉദ്ദേശം. തന്നെപ്പോലെ ഒറ്റയ്ക്കാവുന്ന ആശ്രയം ഏതുമില്ലാത്ത പെൺകുട്ടികളെ തൻ്റെ അധികാരത്തിൻ്റെ ബലത്തിൽ സ്വന്തം കിടപ്പറയിലേക്ക് എത്തിക്കുന്നവനാണ് എബിൻ എന്നവൾ എന്നോ തിരിച്ചറിഞ്ഞിരുന്നു. വീണ്ടും ഒരിക്കൽ തന്നെ തേടിയെത്തിയ എബിനൊപ്പം എതിർപ്പൊന്നുമില്ലാതെ ആരും അറിയാതെ പോയി ലീന. അവൾ മടങ്ങിയെത്തിയതിൻ്റെ പിറ്റേന്ന് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് കമ്മീഷണർ എബിൻ പോൾ വീടിനുള്ളിൽ അറ്റാക്ക് വന്ന് മരിച്ചുവെന്ന വലിയ കോളത്തിലുള്ള വാർത്തയും ഫോട്ടോസും. തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയും ലീനയിലേക്ക് എത്താൻ സംശയവും ഉണ്ടായിരുന്നില്ല ആർക്കും ആ മരണത്തിൽ. സ്വയം രക്ഷപ്പെടലിൻ്റെ ഭാഗമായി കുഞ്ഞുനാളിൽ എപ്പോഴോ ആരോ അവൾക്ക് പറഞ്ഞു കൊടുത്ത ആ പ്രവൃത്തിയിൽ ഇപ്പോഴും അവൾക്കൊപ്പം ദൈവവും പങ്കാളിയായിരുന്നിരിക്കണം. തനിച്ചായി പോയവൾക്ക് താങ്ങിനെന്ന പോലെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്